കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മെക്സിക്കോയുടെ കടൽ തീരത്ത് ഓർഫിഷ് എന്ന് പറയുന്ന ഒരു മത്സ്യം പ്രത്യക്ഷപ്പെടുകയുണ്ടായി. പലരും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാകും. ഇതിനു മുമ്പ് ഈ മത്സ്യം പ്രത്യക്ഷപ്പെട്ടത് 2009, 2010 കാലഘട്ടങ്ങളിൽ ജപ്പാനിലാണ്. അതിനുശേഷമാണ് ജപ്പാനിൽ വലിയ സുനാമി സംഭവിക്കുന്നത്. ജപ്പാൻകാരുടെ ഒരു വിശ്വാസമുണ്ട്, ഈ ഓർഫിഷ് എന്ന് പറയുന്ന മത്സ്യം കടലിൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അത് ഈ സമൂഹത്തിന് വലിയൊരു ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പാണ് നൽകുന്നത്. കടലിൻ്റെ 1 കിലോമീറ്റർ താഴ്ചയിലാണ് ഈ ഓർഫിഷ് എന്ന് പറയുന്ന മത്സ്യം വസിക്കുന്നത്. അതിന് കടലിൻ്റെ മുകളിലേക്ക് വരേണ്ട ഒരു ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ അത് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത് എന്നാണ് ജപ്പാൻകാരുടെ വിശ്വാസം. ഈ മത്സ്യം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഒരു സുനാമിയോ അതല്ലെങ്കിൽ ഒരു ഭൂകമ്പമോ ഒക്കെ പ്രതീക്ഷിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കടലിൻ്റെ 3 കിലോമീറ്റർ താഴ്ചയിൽ മാത്രം കണ്ടുവരുന്ന ആംഗ്ലർ ഫിഷ് കടലിൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈ മീനിനും കടലിൻ്റെ മുകളിലേക്ക് വരേണ്ട ഒരു ആവശ്യവുമില്ല. 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് കൊല്ലത്തിൻ്റെ കടൽ തീരത്ത് വേൽ ഷാർക്ക് കരക്കടിഞ്ഞത്. ഈ വർഷം ഒഡീഷയുടെ കടൽ തീരത്ത് കരക്കടിഞ്ഞത് 7 ലക്ഷത്തിന് മുകളിൽ ആമകളാണ്. ഒരാഴ്ചകൾക്ക് മുമ്പാണ് തുർക്കിയിൽ സ്ക്വയർ വേവ് കാണപ്പെടുന്നത്. സ്ക്വയർ വേവ്സ് കാണപ്പെട്ടാൽ, അതായത് ചതുരത്തിലുള്ള തിരമാലകൾ കണ്ടുകഴിഞ്ഞാൽ കടലിൻ്റെ അടിയിൽ വലിയ എന്തോ ഭൂകമ്പം നടക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ മുമ്പേ തെളിയിച്ചതാണ്. ഇതൊക്കെ കൂടി ചേർത്ത് വായിച്ചു നോക്കുമ്പോൾ കടലിൻ്റെ അടിയിൽ എന്തോ ഒരു വലിയ പ്രത്യാഘാതം നടക്കുന്നുണ്ട്, അതല്ലെങ്കിൽ എന്തോ ഒരു ഭൂകമ്പം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മാനിക്കാം. എന്നിരുന്നാലും ശാസ്ത്രലോകത്ത് നിന്നോ അതല്ലെങ്കിൽ കാലാവസ്ഥാ കേന്ദ്രങ്ങളിൽ നിന്നോ ഒരു മുന്നറിയിപ്പും ഇതിനെപ്പറ്റിയൊന്നും ഇതുവരെ വന്നിട്ടില്ല. സാധാരണഗതിയിൽ കടലിൻ്റെ അടിയിൽ ഭൂകമ്പങ്ങളോ പ്രത്യാഘാതങ്ങളോ ഒക്കെ നടക്കുമ്പോഴാണ് ഇതുപോലെയുള്ള മത്സ്യങ്ങളും കടലിൻ്റെ അടിയിൽ മാത്രം കണ്ടുവരുന്ന വസിക്കുന്ന ജീവജാലങ്ങളും ഒക്കെ കരക്കടിയാറ്. പ്രകൃതി ദുരന്തങ്ങളെ നമുക്കറിയാം, മറ്റെല്ലാ പ്രത്യാഘാതങ്ങളെയും നമുക്ക് നേരിടാം. പക്ഷേ പ്രകൃതികൾ ഒരുക്കുന്ന ദുരന്തത്തെ നമുക്കൊരിക്കലും നേരിടാൻ സാധ്യമല്ല. വലിയ പ്രതിസന്ധികളും പ്രത്യാഘാതങ്ങളും ഒന്നുമില്ലാതെ മുന്നോട്ടു പോകാൻ എല്ലാ രാജ്യക്കാർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.